15, 16 വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13, 14, 15, 16 വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വേഗത്തിൽ വായിക്കാം. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. എന്നിട്ട് നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം, എന്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. ശിവനെ ദൈവത്തെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൽപ്പന എന്ത് ചെയ്യും? കാത്തുകൊള്ളും. നിശല്ലോ ആര് ദൈവത്തെ സ്നേഹിച്ചാലും പിന്നെ അവർ ലോകപ്രകാരമുള്ള ഒന്നിലേക്ക് കണ്ണുകൾ ഓടിക്കത്തില്ല. പത്രോസ് യേശുവിന്റെ വാക്ക് കേട്ട് മുമ്പോട്ട് കടന്നു വരിക, ചവിട്ടി കാലം പാദം വെച്ച് കടന്നു വരിക. അവൻ കാറ്റ് കണ്ടപ്പോൾ അവൻ താടാൻ തുടങ്ങിയത്. കാറ്റിനെ നോക്കാതെ യേശുവിനെ മാത്രം ലാക്ക് വെച്ച് നോക്കിയാൽ, ഞാനിങ്ങനെ പറയാം, നീ താണുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ആവർത്തിക്കപ്പെട്ട് നീ പാപത്തിനകത്ത് അകപ്പെട്ടു പോകുന്നെങ്കിൽ ഞാൻ പറയാം, നിന്റെ നോട്ടം കറക്റ്റ് അല്ല. നോട്ടം കറക്റ്റ് ആണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവം നിന്നെ സ്നേഹിപ്പാനിടയായി തീരും. പക്ഷെ നോട്ടം കറക്റ്റ് ആണെങ്കിൽ നീ താണു പോകത്തില്ല. ശ്രദ്ധിക്കണേ, നോട്ടം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ താന്ന് പോകത്തില്ല. നോട്ടം കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? താണു പോകുക തന്നെ. സ്തോത്രം പറഞ്ഞാട്ട്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പന കാത്തുകൊള്ളും. എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല. കൽപ്പന കാക്കുന്നവരോട് ദൈവം പറയും അടുത്ത വാക്ക്, ഞാൻ അങ്ങനെയാണെങ്കിൽ പിതാവിനോട് ചോദിക്കും. എനിക്ക് വേണ്ടിയല്ല ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും. അടുത്ത നിങ്ങൾക്ക് വേണ്ടി യേശു ചോദിക്കാൻ പോകും പിതാവിനോട്. യേശു എനിക്കും നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ചോദിക്കും. യേശുവിന് വേണ്ടി അല്ല അത് ചോദിക്കുന്നത്, മറിച്ച് നമുക്ക് വേണ്ടി ചോദിക്കാൻ പോകുന്നു. ഇന്ന് പകൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിനോട് ചിലത് അപേക്ഷിക്കാൻ പോകുന്നു. എന്താ അപേക്ഷിക്കാൻ പോകുന്നുള്ളത് തുടർമാനമായി നമുക്ക് കേൾക്കാൻ പോകുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയാം, കർത്താവിന്റെ വചനം പറയാം. സ്തോത്രം. ഞാൻ പിതാവിനോട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കും. വായിച്ചു. അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് പറയുന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ അല്ല ഇരിക്കുന്നത്, എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുവാൻ. യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു പറയുമ്പോൾ യേശു മാത്രമല്ല, യേശു നമുക്ക് വേണ്ടി വില കൊടുത്തപ്പോൾ ആദ്യദാനമായി നമുക്ക് ലഭിച്ച വാഗ്ദത്തം എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെയാണ്. ഇന്ന് പകൽ ആദ്യദാനമായി സ്തോത്രം നമ്മളെ നടത്തുവാൻ, നമ്മളെ കൈക്ക് പിടിക്കുവാൻ, നമ്മുടെ കൂടെ ചേർന്ന് നടക്കുവാൻ നമുക്ക് പിതാവാം ദൈവം പുത്രന്റെ അപേക്ഷ പ്രകാരം നൽകിയത് എന്തുമെന്ന് ചോദിച്ചാൽ കാറോ ബംഗ്ലാവോ സ്ഥലമോ എസ്റ്റേറ്റ് ഒന്നുമല്ല, പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാം പ്രാർത്ഥിക്കേണ്ട വിധം പ്രാർത്ഥിക്കുവാൻ, ജീവിക്കേണ്ട വിധം ജീവിക്കുവാൻ ഈ പരിശുദ്ധാത്മാവാം ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുവാനിടയായി തരും. ഒറ്റ കാര്യം, ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ ഈ പരിശുദ്ധം നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് 12ാമത്തെ വാക്യം ഇങ്ങനെ വായിച്ചു. അതിന്റെ 12ാമത്തെ വാക്യം, കേട്ടോണേ, പരിശുദ്ധാത്മാവ് ഉള്ളൊരു വ്യക്തിയോട് ദൈവം പറയാ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്ത പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളും ചെയ്യും. അവിടെ കൊണ്ട് തീർന്നില്ല, അതിൽ വലുതും ചെയ്യും. എത്ര പേർക്ക് ആഗ്രഹം യേശു ചെയ്തതിലും അപ്പുറത്ത് ദേശത്തിന്റെ നടുവിൽ കർത്താവിന്റെ നാമമഹത്വത്തിനായി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറയുന്നവർ സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്, സ്വത്രം പറഞ്ഞാട്ട്, സ്തോത്രം പറഞ്ഞാട്ട്. നമ്മുടെ പൗരുഷൻ പ്രോഗ്രാമിനകത്ത് ഒത്തിരി സ്തോത്രം പേരുടെ കോള് വരുമ്പോ ഞാൻ ദിവസങ്ങളിൽ 2 പേർക്ക് ആ ഫോൺ പിടിക്കാതിരിക്കും. കാരണം സ്വന്തം ആ ടൈമിൽ നിങ്ങൾ വേണം ആ വിഷയത്തിന് മുതൽ അഡ്രസ്സും നോട്ട് ചെയ്യാനും പ്രാർത്ഥിക്കാൻ വരാൻ. ഒരു നമ്പർ സ്വന്തം ഡെഡായിട്ട് കിടക്കും. ആ നമ്പർ വർക്കൗട്ട് ചെയ്തിട്ട് ഒരടെ തരാൻ പോകും, മാറി തരാൻ പോവുക. സ്വന്തം ഒരടെ തന്നെ ഇരിക്കുന്നു. ഓരോ ആഴ്ച ഇങ്ങനെ മാറി എത്ര സ്വന്തം റെസ്പോണ്ട് ഉണ്ടായിരുന്നു, എത്ര പേര് അതിന് മുതൽ അധ്വാനിച്ചു പ്രാർത്ഥിച്ചെന്ന് അറിയാൻ വേണ്ടി. ശ്രദ്ധിക്കണേ, സ്വന്തം പ്രോഗ്രാം കണ്ടു കഴിഞ്ഞ ശേഷം ആവർത്തിക്കപ്പെട്ട നമ്പർ വന്ന് വയനാടിനെ പ്രദേശിച്ചു. സ്വന്തം വയനാട്ടിലേക്ക് ഒരു വലിയ വിളി സ്വന്തം പറഞ്ഞാൽ
കഴിഞ്ഞ ദിവസം ഒരു കർത്താവിൽ ദാസൻ ജയിക്കുമെന്ന് പറഞ്ഞൊരു ദൈവദാസൻ ഇങ്ങനെ വിളിച്ചു, പാസ്റ്റർ സ്തോത്രം പേശല്ലോ, ഞാൻ മിനിസ്ട്രി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നെ മിനിസ്ട്രികളെല്ലാം കൈവിട്ടു, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഞാനിവിടെ 3 കുഞ്ഞുങ്ങൾ വന്നു, എന്താ നീ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സ്വന്തം വിലയെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വയനാട്ട് സെന്ററിൽ സുൽത്താൻ ബത്തേരിയിൽ ഞാൻ ആയിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പ്രാർത്ഥന വിഷയം വയനാടിന്റെ പ്രദേശത്ത് നിന്ന് നമുക്ക് വരുന്നുണ്ട്. സ്വന്തം പറഞ്ഞാട്ട് വയനാട്ടിൽ പോയി വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരവസരം ജോലിയിലേക്ക് ഒരുക്കാൻ പോവാ. സ്വന്തം പറഞ്ഞാട്ട് നമുക്കറിയാം, അങ്ങനെ അടുപ്പിച്ച് കോളുകൾ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ വേല സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വന്തം അവരെല്ലാം ഒത്തിണക്കിട്ട് നമ്മളിങ്ങനെ പറയും, ഞങ്ങൾ ഇന്ന ആഴ്ച ഇന്ന ടൈമിൽ അവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് ടെന്റ് അടിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവമക്കൾ ഒത്തുചേരുക. പ്രൈസലോ. നിങ്ങൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കുക. വയനാടിന്റെ പ്രദേശത്ത് നിന്ന് സ്തോത്രം വളരെ ശക്തമായ നിലയിൽ ഒരുപാട് പേരുടെ കോളുകൾ വരുന്നുണ്ട്. സ്വന്തം കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട സഹോദരി കഴിഞ്ഞ ആഴ്ചയെ കുറിച്ച് പറഞ്ഞു, വളരെ മാറ്റി പറഞ്ഞതാ. ഈ ആഴ്ച പ്രിയപ്പെട്ട പറഞ്ഞു, പാസ്റ്റർ ഞാൻ മുടങ്ങാതെ പ്രോഗ്രാം കാണാറുണ്ട്, പക്ഷെ പാസ്റ്റർ സ്തോത്രം കഴിഞ്ഞ ആഴ്ച വിളിച്ച് പ്രാർത്ഥിച്ചത് പിന്നെ എന്റെ വീട്ടിൽ ദീർഘനാളുകൾ ഉണ്ടായിരുന്ന പ്രശ്നം മാറിപ്പോയി. യേശു കർത്താവ് അത്ഭുതം ചെയ്തു. പ്രൈസലോ, 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 പ്രൈസലോ. ഞാൻ ഈ 9 മണിക്കായി പ്രോഗ്രാം വരുന്നുണ്ട്, ഞാൻ ആർക്കും കാണാൻ പറ്റത്തില്ല, ആരും ശ്രദ്ധിക്കത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അതുകൊണ്ട് കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ടൈം മാറ്റി വൈകിട്ടത്തോടെ കൊണ്ടുവന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ആകർഷിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം തന്നെ പിടിച്ച് നിർബന്ധിച്ച് ആ പ്രോഗ്രാം കാണിക്കുവാൻ സ്വർഗീയ ദൈവം ഇടയാക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ടോ. ഇന്ന് പകൽ എനിക്കിങ്ങനെ പറയാം, സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതുപോലല്ല, അതിനപ്പുറത്ത് ഒരു പടി കൂടെ നിങ്ങൾ ചെയ്യാൻ എന്റെ യേശു ആഗ്രഹിക്കുന്നു. ആഗ്രഹമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, യേശു ചെയ്തതും ചെയ്തതിന് അപ്പുറത്തും ചെയ്യാൻ യേശു കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശ്വാസമുള്ള സ്തോത്രം പറഞ്ഞു. 2, നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. പ്രാർത്ഥനയുടെ മുഴുവൻ ക്രെഡിറ്റും അല്ലെങ്കിൽ മുഴുവൻ സ്തോത്രം നാമമഹത്വം യേശുവിനെ ആയിരിക്കണം. 3, നിങ്ങൾ എന്റെ കൽപ്പന കാത്തുകൊള്ളണം. നിങ്ങൾ കാക്കുക മാത്രമല്ല, സ്തോത്രം, അത് നിങ്ങൾ കാത്തു സൂക്ഷിച്ചാൽ ഞാൻ സത്യത്തിന്റെ ആത്മാവെന്ന കരിസ്ഥനെ നിങ്ങളുടെ അടുത്ത് അയക്കും. കൽപ്പന സ്വീകരിച്ചിട്ടും വചനപ്രകാരം ജീവിതം മുമ്പോട്ട് വെച്ചിട്ടും ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നെങ്കിൽ ഇന്ന് പകൽ അതിന്റെ ഒരു അവസരം തരാൻ പോകുകയാണ്. 1, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കൽപ്പന സ്വീകരിച്ച നിങ്ങളുടെ ഭാവി മണ്ഡലങ്ങളിൽ നിങ്ങളുടെ അനുഗ്രഹത്തിന് മേൽ തടഞ്ഞു കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മ വിടുതലാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് സാധ്യമാകുന്നില്ല, ഞാൻ ഇങ്ങനെ പറയാം, നിന്റെ വിഷയത്തിനകത്ത് സാധ്യതയില്ലാതിരിക്കുന്ന ഒരു കാരണം കൽപ്പന സ്വീകരിക്കാത്തത് കൊണ്ട്, യേശുവിന്റെ വചനം അനുസരിക്കാത്തത് കൊണ്ട്, യേശുവിനെ പൂർണ്ണമായി അംഗീകരിക്കാത്തത് കൊണ്ട്. ജലത്തിൽ സ്നാനപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണെങ്കിൽ നീ മനുഷ്യനെ ചങ്കിച്ചുകൊണ്ട് മനുഷ്യന് പ്രസാദമുള്ള രീതിയിൽ ജീവിക്കാതെ യേശുവിന്റെ വചനപ്രകാരം ജീവിക്കാൻ താല്പര്യപ്പെട്ടാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയാണ്. ദൈവത്തിന്റെ കൽപ്പന സ്വീകരിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥന തടഞ്ഞു വെച്ച് ഏതെങ്കിലും പോരാട്ടമുണ്ടെങ്കിൽ ഇന്ന് പകൽ വചനത്തിന്റെ ശക്തിയാൽ അത് അടിഞ്ഞു പോകുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ എന്നോട് ചേർന്ന് ആമേൻ പറയും. 3, പരിശുദ്ധാത്മാവോട് പറഞ്ഞ സ്വന്തം. 3 വളരെ ശക്തമായി കാതലായുള്ള വിഷയം, ഞാൻ പിതാവിന്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞ കാര്യസ്ഥന് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. പിതാവിനോട് യേശു അപേക്ഷിക്കുന്നൊന്നും എന്റെ പിതാവ് തടഞ്ഞു വെച്ചിട്ടില്ല, കൊടുത്തിട്ടുണ്ട്. പിതാവെ, നിന്റെ അപേക്ഷ കേട്ടതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ലാസറിന്റെ കല്ലറ മുമ്പിൽ ചെന്നിട്ട് ലാസറെ പുറത്തുവാ എന്ന് പറഞ്ഞപ്പോൾ അപേക്ഷ കേട്ട ദൈവം യേശു ക്രിസ്തുവിന്റെ അപേക്ഷ പ്രകാരം മരിച്ചവൻ 4ാം നാൾ ആയവൻ പുറത്തു വന്നെങ്കിൽ ഇന്ന് എന്റെ യേശു അപേക്ഷിച്ച ഓരോ വിഷയത്തിലും പിതാവ് ഞാൻ എന്ന് പറഞ്ഞിട്ടില്ല. Praise the Lord. Praise the Lord. Praise the Lord. യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് പറഞ്ഞു, എന്റെ ദൈവം എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ ഇത്യാദികൾ 7 മൊഴികൾ പറഞ്ഞ ശേഷം അവസാനം താൻ പറഞ്ഞൊരു മൊഴിയുണ്ട്, സ്വന്തം. ദൈവമേ, ഞാൻ എന്റെ പ്രാണനെ അങ്കിലേക്ക് സമർപ്പിക്കുന്നു. സ്വന്തം. Praise the Lord. എല്ലാത്തിന്റെയും അന്ത്യം കർത്താവിന്റെ കരങ്ങളിലാണെങ്കിൽ ഞാനിങ്ങനെ പറയാം, നീ പരാജിതനായി ഇരിക്കുന്നിടത്ത് നിന്ന് ജയാളിയായി പുറത്തു വരുവാനിടയായി തീരും. ഈ സഭയ്ക്കകത്ത് പരാജയത്തോട്, വിഷമത്തോട്, ദുഃഖത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, നീ മടങ്ങുന്നത്, കുഞ്ഞെ, നീ മടങ്ങുന്നത് പരാജയത്തോടെ മടങ്ങത്തില്ല. സ്വർഗീയ ദൈവം നിന്നെ നടത്താൻ പോകുക. വിശ്വസിക്കുന്നവർ സ്വന്തം പറയാൻ പറ്റുമോ? ഇന്ന് പകൽ ഞാൻ കേന്ദ്രീകരിക്കുന്ന ഒരേ ഒരു വിഷയം, പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥരെ നിങ്ങളുടെ നടുവിൽ ഇരിക്കാൻ നിങ്ങളുടെ നടുവിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും അനിഷ്ടമായതോ, ഏതെങ്കിലും രോഗവിഷയമായതോ, ഏതെങ്കിലും ഭാവി നടന്ന വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ യേശു കർത്താവിന്റെ പരിശുദ്ധാത്മാവ് അതിനുമേൽ നിങ്ങൾക്ക് ജയം തരാൻ പോകുക. രോഗം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാറാൻ പോകുക. ബന്ധനം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറാൻ പോകുക. നിങ്ങളുടെ അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്യുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരങ്ങൾ പിടിക്കാൻ പോകുക. എത്ര പേരുടെ ഭാഷ
വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞ സ്തോത്രം, യേശു കർത്താവിനെ അംഗീകരിക്കുവാൻ സ്തോത്രം തയ്യാറായിരിക്കുന്ന ദൈവത്തിലെ നീ പരാജയപ്പെട്ടവിടുന്ന് മടങ്ങത്തില്ല. ബിനുമോനെ എടുക്കുക. യേശു ക്രിസ്തുവിനോട് ഞാനിങ്ങനെ പറയാം, യേശു ക്രിസ്തു പറഞ്ഞ വചനമനുസരിച്ച് പറയാം, പിതാവിനോട് ചോദിച്ചു, സത്യത്തിന്റെ ആത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ പിതാവ് നമുക്ക് നൽകപ്പെട്ടു കഴിഞ്ഞു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, ലേഖനങ്ങളുടെ റാന്നി എന്നറിയപ്പെടുന്ന എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-ാമത്തെ വാക്യം 14-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുക. പെട്ടെന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നു, നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനെ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന് വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു. ദൈവത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവജനത്തിന് ഒരു മുദ്രയുണ്ട്. എന്താ മുദ്രയാണെന്നറിയാമോ? കൽപ്പന സ്വീകരിച്ച കൽപ്പന പ്രകാരം വ്യവസ്ഥ പ്രകാരം ആരാധിക്കുന്ന ഒരു ദൈവവചന ഒരു മുദ്രയുണ്ട്. ആ മുദ്ര മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. ആദ്യദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ്. ഇന്ന് പകൽ ആരെങ്കിലും ദൈവകൽപ്പന സ്വീകരിക്കാതിരിക്കുന്നെങ്കിൽ ഞാൻ പറയാം, നിന്നെ അടിക്കടി പോരാടി ജയമെടുക്കാൻ ഒരു കാരണം നീ കർത്താവിന്റെ മുദ്രയിടപ്പെട്ടിട്ടില്ല. മുദ്രയിടപ്പെട്ട് കഴിഞ്ഞാൽ നീ പട്ടണത്തിൽ ദേശത്തിൽ നീ ആള് മാറിയവനായി മാറും. സ്തോത്രം പറയാൻ പറ്റുമോ? ഇനി പരിശുദ്ധാത്മാവിനെ മുദ്രയുടെ ശേഷം സ്തോത്രം ഈ മുദ്ര കിടക്കുന്ന ആള് അതിനൊത്തവണ്ണം പോരാടിയില്ലെങ്കിലും സ്തോത്രം കുഴപ്പമാണ്. വേദപുസ്തകത്തിൽ ചില വാക്കുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ശക്തിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. സത്യവചനമായിരിക്കുന്ന ദൈവത്തിന്റെ വചനാണ്. വചനം നമുക്ക് വീണ്ടെടുപ്പിനായിട്ട് അയച്ചെങ്കിൽ പരിശുദ്ധാത്മാവിനെ മുദ്രയിടപ്പെട്ട ദൈവത്തിലെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ലഭ്യമായ ഒരു വ്യക്തിയിൽ 4 വിധത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാനിടയായിത്തീരും. സ്തോത്രം. 4 വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോ വ്യക്തികൾ ഇടപെടാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറയാം, സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ദൈവപൈതൽ പിതാവിനോട് പുത്രൻ ചോദിച്ചു. പുത്രന്റെ അപേക്ഷ പ്രകാരം പരിശുദ്ധാത്മ ഭൂമിയിലേക്ക് വന്ന് മറ്റെവിടെയുമല്ല ഇരുന്നത്, പള്ളിയിലല്ല ഇരുന്നത്. സ്തോത്രം. ആരുടെ കൂടെയല്ല ഇരുന്നത്, അവൻ നമ്മോട് കൂടെ ഇരുപ്പാനിടയായി തീർന്നു. ആര് കൽപ്പന സ്വീകരിച്ചോ, കൽപ്പന സ്വീകരിച്ച ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് വസിക്കാൻ തുടങ്ങി. ഇന്ന് മകൻ അടുത്തിരിക്കുന്നത് പറ, നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ടെന്ന് പറ. നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ മുദ്ര നിന്റെ മേലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സീൽ നിന്റെ മേലുണ്ട്. ഒരു മുദ്ര സ്തോത്രം അടിക്കുന്ന പോലെ, ഗവൺമെന്റ് സീൽ അടിക്കുന്ന പോലെ നിങ്ങളുടെ മേൽ പുത്രനായ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ച് സ്നാനപ്പെട്ട് വ്യവസ്ഥ പ്രകാരം ആരാധിക്കാൻ തയ്യാറായപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു മുദ്ര നിങ്ങളുടെ മേൽ വീണിട്ടുണ്ട്. എന്തിനാ വീണെന്നറിയാമോ? സാത്താൻ നിങ്ങളുടെ ക്ഷണകുളിന് ചാടി വരുമ്പോൾ ഈ മുദ്ര കാണുമ്പോൾ നിങ്ങൾ പോലും അറിയാമോ അവൻ നിങ്ങളെ ഭയപ്പെട്ടു പോകുവാനിടയിൽ തരും. എത്ര പേരുടെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ കരം തൊട്ട് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശബ്ദ വൈദ്യരഘടകൻ അർദ്ധൂരമലഘടക ശബ്ദരാദികൾ അഭിഷേകത്തിന്റെ അഗ്നി ഇന്നും പകൽ വെളിപ്പെട്ട് വരട്ടെ. പരിശുദ്ധാത്മാവിന്റെ മുദ്ര, പരിശുദ്ധാത്മാവിന്റെ മുദ്ര ജനങ്ങളെ അന്വേഷിക്കുമ്പോ അത്ഭുതകരമായ ചില വിടുതലുകൾക്ക് ഇത് പാത്രമായി തീരട്ടെ. പരിശുദ്ധാത്മാവിനെ സംഭവിക്കപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു. സ്തോത്രം. ഈ മുദ്രയിടപ്പെടുന്ന ഓരോ വിശ്വാസിയിലും ഓരോ ദൈവത്തിന്റെ ജനത്തിലും 4 വിധത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ പറയാം, നമുക്ക് ശാരീരികമായ രോഗം ബന്ധനം അകപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അതിന് അടിമപ്പെട്ടു കൊടുക്കരുത്. ഇങ്ങനെ പറയണം, ഈ മന്ദിരം ദൈവത്തിന്റെ വകയാണ്. സോ ഈ മന്ദിരത്തിന്റെ അകത്ത് ദൈവാത്മ ഉള്ളത് കൊണ്ട് പിശാചിനോട് ധൈര്യപൂർവ്വം പറയാം, എന്നെ വിട്ട് ഏതെങ്കിലും തലത്തിൽ നമ്മുടെ ഇത് കുറവുണ്ടെങ്കിൽ ആ കുറവുകളെ നികത്തി തരുവാൻ പരിശുദ്ധാത്മാവിനെയാക്കി. ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെട്ടാൽ മാത്രം മതി. ഒന്ന്, ഈ മുദ്ര ഒരു വ്യക്തിയിൽ ഇട്ടിരിക്കുമ്പോൾ അത് ഭദ്രതയെ കാണിക്കുകയാണ്. എബ്രായർ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വന്തം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം, യോഹന്നാൻ 6:37 വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു.
പറഞ്ഞു, പിതാവ് എനിക്ക് തരുന്നതൊക്കെ എന്റെ അടുക്കൽ വരും. എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. എന്നിട്ട് ശ്രദ്ധിക്കണേ, പിതാവ് എനിക്ക് തരുന്നതൊക്കെ എന്റെ അടുത്ത് വരും, എന്റെ അടുത്ത് വരുന്നവനെ ഞാൻ ഒരു നാളും. അപ്പൊ യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്ന് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട നമ്മൾ പിതാവിന്റെ ഇഷ്ടപ്രകാരമല്ലേ പത്രം പറഞ്ഞ പുത്രൻ പറയുക, പുത്രന്റെ അടുത്ത് വന്നവരെ പിതാവ് എന്റെ അടുത്ത് തന്നവരെ ആരും സ്തോത്രം എന്നിൽ നിന്ന് പിടിച്ചു പറിച്ചപ്പോഴാൻ ദൈവം സമ്മതിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 10-28 വാക്യങ്ങൾ വായിച്ചാണ് നല്ലത് മനസ്സിലാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-28 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എന്റെ അടുത്ത് വരുന്നവർ എന്ത് കൊടുക്കുന്നു? നിത്യജീവൻ കൊടുക്കുന്നു. അവ ഒരു നാളും നശിച്ചുപോകത്തില്ല. കേട്ടോ, ഒരു വസ്തു നമുക്ക് രജിസ്റ്റർ ഗവൺമെന്റ് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ആ വസ്തുവിന്റെ പ്രമാണം നിങ്ങളുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ആ പ്രമാണത്തിനകത്ത് നിങ്ങൾക്ക് തീർഥാധാരമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഗവൺമെന്റ് മുദ്രയിടപ്പെട്ട് നിങ്ങളുടെ കരങ്ങൾ തരുമ്പോൾ, പിന്നെ ആരെങ്കിലും വന്ന് എന്നെയാണ് പറയുമ്പോൾ നിങ്ങളുടെ ഈ പേപ്പർ കൊണ്ടേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ നിന്നേ ഉള്ളൂ, കുറച്ച് പേപ്പർ കഷ്ണം ഉള്ളൂ, നിങ്ങൾ അത് പിടിച്ചോണ്ട് സ്തോത്രം എന്താ പറയടാ വേണ്ട പ്രമാണം, ഗവൺമെന്റ് മുദ്ര, സാക്ഷിതണ്ട സ്തോത്രം അധികാരത്തോടെ ഞാൻ വായിച്ചേക്കുന്നത്. ഈ വസ്തുവിന്റെ മേൽ ആർക്കാ അധികാരം? ഇതെനിക്ക് ഭദ്രമാണ്. എനിക്കിവിടെ ചീന് നടാനോ ഇതിനെനിക്ക് തെങ്ങ് വെട്ടാനോ ഒക്കെ ഇപ്പൊ എനിക്കാ. അടുത്തുള്ളവർക്ക് വന്ന് സ്തോത്രം പ്രീശർ നമ്മൾ വായിച്ചു, അതെല്ലാം ചാക്കോച്ചാൻ പറഞ്ഞതാ, ഇപ്പൊ ഞങ്ങൾക്ക് വെട്ടാൻ അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ? യേശു പറയാ, സ്തോത്രം പിതാവ് എന്റെ അടുത്ത് തന്ന നിങ്ങളെ എന്റെ കരങ്ങൾ സുരക്ഷിതം, നിങ്ങൾക്ക് ഞാൻ നിത്യജീവൻ തരും, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ച് പറിച്ച് കൊണ്ടുപോകത്തില്ല. ഇന്ന് പകൽ യേശു ക്രിസ്തുവിലായിരിക്കും ദൈവമല്ലേ ഒരു ശക്തിക്കും പിടിച്ച് പറിച്ചു കൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ കർത്താവ് സുരക്ഷിതരാണ്. പുത്രൻ പറഞ്ഞു, ഞാൻ പോകുമ്പോ പോയെന്ന് പറഞ്ഞപ്പോ പിതാവിന്റെ അടുത്ത് പോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആദ്യകാലമായി ലഭിച്ചിരിക്കുന്നത് പരിശുദ്ധമാണിയാണ്. നിങ്ങളെ ആർക്കും തൊടാൻ കഴിയത്തില്ല. ആരെങ്കിലും തൊടണമെങ്കിൽ എന്നോട് ചോദിക്കണം, എന്റെ അനുവാദമില്ലാതെ ആരെങ്കിലും തൊട്ടാൽ അവന് പേര് പറയും. ഓർത്തു സ്വന്തം പറഞ്ഞാട്ട്, ഇന്ന് പകൽ നിങ്ങളിരിക്കുന്ന ഞാനും നിങ്ങളുമായിരിക്കുന്ന സ്വന്തം ജീവിതത്തെ ആരെങ്കിലും ഒരാൾ വന്ന് അവകാശം പറഞ്ഞ് അടുത്ത് വന്ന് തൊടാൻ ശ്രമിച്ചാൽ പുത്രൻ അതിന്റെ ഇടവിൽ എഴുന്നേറ്റ് വരും, പരിശുദ്ധാത്മാവ് ജാഗരിക്കാനിടയായി തരും. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തോടെ ദൈവത്തിലെ ഒരധികാരത്തോടെ നമുക്ക് പറയാൻ പറ്റും, സ്വന്തം എന്നെ തൊടണമെങ്കിൽ പിതാവ് പുത്രനും അറിയണം. പിതാവ് പുത്രനെ ഏൽപ്പിക്കപ്പെട്ട ഞാൻ സുരക്ഷിതനാണ്, പുത്രൻ പരിശുദ്ധനെ ഏൽപ്പിച്ചിരിക്കുന്ന ഞാൻ സുരക്ഷിതയാണ്. എന്നെ തൊടുവാനോ നശിപ്പിക്കുവാനോ എന്റെ മേൽ അവകാശം പറഞ്ഞു നിൽക്കുവാനോ പിശാചിന് അധികാരമില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ വകയാണ്. സ്വത്രം പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ വകയായിരിക്കുന്ന ഒരു സ്വത്രം പറഞ്ഞേ. എന്നിട്ട് ഇങ്ങനെ വാക്യം വായിക്കുക, എബ്രായർ ലേഖനം 13-6 വാക്യത്തിലേക്ക് വരുമ്പോൾ, എബ്രായർ ലേഖനം 13-6 വരുമ്പോൾ, ദൈവത്തിന് വചനം പറയാ, കർത്താവ് എനിക്ക് തുണയാ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യനോട് ചെയ്യാൻ കഴിയും. ദൈവത്തിന്റെ വചനം പറഞ്ഞു, പിതാവിനെ തന്നെ ആരും എങ്കിൽ നിന്ന് സ്തോത്രം നഷ്ടപ്പെട്ടു പോകത്തില്ല, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും. അത്രയും പറഞ്ഞപ്പോൾ ഒരു എഗ്രിമെന്റാ വേണ്ടി, ദൈവമായിട്ട് അതൊരു എഗ്രിമെന്റാ. യേശു ക്രിസ്തു പറഞ്ഞ എഗ്രിമെന്റാ. ഇനി പറയാം, നിങ്ങൾക്ക് ഞാൻ ആ തുണ, നിങ്ങൾ പേടിക്കരുത്. നമ്മൾ പറയേണ്ട കാര്യമാണ്, ദൈവം എനിക്ക് തുണ. വിശ്വാസി പറഞ്ഞ കാര്യമാണ്, ദൈവം എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. പറയാൻ പറ്റുമോ? പേടിയുള്ളവർക്ക് 2 പ്രാവശ്യം പറഞ്ഞു, ഞാൻ പേടിക്കത്തില്ല, ഞാൻ പേടിക്കത്തില്ല, ഞാൻ പേടിക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്വന്തം വീട്ടിൽ ചെന്ന് ഉറച്ച ഹല്ലേലൂയ പറഞ്ഞു. ചിലത് പ്രാക്ടിക്കലി ചെയ്യും. അവർ അത്ഭുതം കണ്ടു. സ്വന്തം എന്നോട് വന്ന് സാക്ഷ്യം പറഞ്ഞു, പാസ്റ്റർ ഞാൻ വീട്ടിൽ ചെന്ന് സിനിസറിയ പറഞ്ഞു, ഞാൻ ജോജ് പാസ് പറഞ്ഞ പോലെ വീട്ടിൽ ചെന്ന് ഉറച്ച ഹല്ലേലൂയ പറഞ്ഞു. 7 ദിവസം എന്റെ വീട്ടിൽ അതിന്റെ മാറ്റം സ്റ്റാർട്ട് ചെയ്തു. സ്വതന്ത്രം കണ്ടോ? സ്വതന്ത്രം നിസ്സാരമായി അല്ല ഞാൻ പറഞ്ഞു, ഞാൻ ആത്മാവിൽ പറഞ്ഞു, നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾ അത്ഭുതം കാണാനിടയായിത്തീരും. ആ അത്ഭുതം പ്രാക്ടിക്കലി ആ പ്രിയപ്പെട്ട സഹോദരി ചെയ്യാൻ താല്പര്യപ്പെട്ടപ്പോൾ അവരുടെ ഭവനത്തിനകത്ത് അത്ഭുതം ഇറങ്ങി വന്നതുപോലെ ഇന്ന് ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ വിളിച്ചു പറയാം, ദൈവം എനിക്ക് തുണയാ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യ അവകാശം പറഞ്ഞ് വാദകോരി വാദിച്ച് മനുഷ്യ ശക്തികൾ വാക്കുകൾ ഉച്ചരിച്ച് തകർക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിനോട് ദൈവത്തെ വിളിച്ചു പറയാം, ദൈവം എനിക്ക് തുണയാ. പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുക, പുത്രൻ പരിശുദ്ധമായി നൽകിയിരിക്കുക, എന്റെ തൊടുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് വിശ്വാസത്തോട് ആര് പറയും? അവരുടെ കൂടെ ദൈവം നിൽക്കാൻ പോവാ.
എനിക്കെന്നുള്ള ദൈവമാണ്. ഞാൻ ഭയപ്പെടത്തില്ല. മനുഷ്യൻ എന്നോട് അങ്ങനെയാണ് പറയാം. ഞാൻ പറയാം, സ്തോത്രം, നാളെ 25,000 രൂപ ഒരുത്തിന് കൊടുത്തു നിൽക്കണം. എങ്ങനാവും നാളെയും പറയാം, എങ്ങനാവും മറ്റൊരു നാളിലും ചെല്ലുമ്പോൾ സ്തോത്രം അത് പറയും ഒരു ദിവസം കാലാവധി കൊടുത്തരാം. നമ്മൾ പിന്നെ പറയും, ഇത് തന്നെ പറയാം, തിരിച്ചു പറഞ്ഞേ, ദൈവം എനിക്കുള്ള ഞാൻ ഭയപ്പെടത്തില്ല. ഞാൻ പറഞ്ഞുകൊണ്ടേക്ക് മുമ്പ് ദൈവം അത് സാധിപ്പിക്കാൻ ശക്തനാണെന്ന് ഇന്ന് മകൾ വിശ്വാസത്തോട് നിന്റെ അകത്ത് പകർന്ന് പരിശുദ്ധാത്മാവോട് വിളിച്ചു പറ. നിന്റെ മടുവിലുള്ള പ്രയാസത്തെ നീക്കാൻ ദൈവം ശക്തനാ. ദൈവം ശക്തനാ. ദൈവം ശക്തനാ. എവിടെയും പരാജയപ്പെട്ടു പോകുന്ന ശത്രു നിന്റെ നേരെ നോക്കി വാദിക്കുമ്പോൾ എങ്ങനെ വേണം? സാത്താങ്കൾക്ക് മനസ്സിനകത്ത് ഭയമിടുമ്പോൾ വിളിച്ചു പറയണം, ദൈവം എനിക്കുള്ള ഞാൻ ഭയപ്പെടത്തില്ല. യോബിന് ഭവിച്ചെങ്കിൽ ഞാൻ ഭയപ്പെടത്തില്ല. സ്തോത്രം, ഈ വിഷയത്തിൽ എന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. സ്തോത്രം പറയാൻ പറ്റുമോ? വിശ്വാസത്തോട് സ്തോത്രം പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്തോത്രം ദൃഢമായ ഭദ്രമായ ഒരു സുരക്ഷിത ദൈവം പറഞ്ഞേക്കുക, ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ നിങ്ങൾക്ക് ഭദ്രമായ സ്തോത്രം ഒരു പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുക. നിങ്ങളുടെ മേലെ ഒരു മുദ്രയിട്ടിട്ടുണ്ട്. ആരാ മുദ്ര? പരിശുദ്ധാത്മാവ് ക്രിസ്തു മൂലം, ക്രിസ്തുവിന്റെ അവകാശം മൂലം പിതാവിനോട് ചോദിച്ച മുദ്ര വീണിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, മുദ്രയിടപ്പെട്ട ദൈവ പൈതൽ കൊണ്ടുപോയി പണയം വെക്കല്ലേ. ആണെങ്കിൽ നമ്മളെ കൊണ്ട് പണയം വെച്ചാൽ നമ്മൾക്ക് ഒരു വസ്തു ഉണ്ട്, കൊണ്ട് പണയം വെച്ചാൽ നീ വസ്തുവിനനുസരിച്ചുള്ള വില കിട്ടുമോ? ഇല്ല. 5 ലക്ഷം രൂപയുടെ വസ്തു വാങ്ങി 5 ലക്ഷം രൂപ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്ര തരാൻ പറ്റത്തില്ല. 3 ലക്ഷം രൂപ തരും. 2 ലക്ഷം കിടക്കട്ടെ. നിങ്ങൾ അടച്ചു തീർത്തില്ലെങ്കിൽ സ്വത്രം ഞങ്ങളിങ്ങനെ വായിക്കാൻ വേണ്ടിയാ സ്വത്രം. ദൈവത്തിലെ സ്വത്രം നിന്നെ ദൈവം പരിശുദ്ധത്തോട് മുദ്രിട്ടിരിക്കുമ്പോൾ ഈ വാക്കുകൾ നീ ഉച്ചരിച്ചാൽ, ഈ വാക്കുകൾ നീ പറഞ്ഞാൽ, ഈ വാക്കുകൾ നീ വിളംബരം ചെയ്താൽ ദൈവം നിനക്ക് ദോഷമായിട്ടും ചെയ്തില്ല. സ്വത്രം പറയാൻ പറ്റുമോ? 2 വേദോസം പറയാം സ്വത്രം. 2 നീ ദൈവത്തിന്റെ അധികാരത്തിനകത്ത്. ഈ മുദ്ര ഇടപെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരാന്നറിയാമോ? സാധാരണപ്പെട്ടവരല്ല, ദൈവത്തിന്റെ അധികാരത്തിനകത്തുള്ളവർ. എബ്രായർ ലേഖനം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശേഷാൽ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വാക്യം എഴുതിയിരിക്കുന്നത് ഇവിടെ നിർത്താണ്ട്. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. കേട്ടോ, ദൈവം നമുക്ക് ദൈവത്തിന്റെ നിഷ്തുല്യമാകുന്ന ഭദ്രമായ ഒരു ഉറപ്പ് തരികയാണ്. ദൈവ അധികാരത്തിനകത്തെ കടക്കാൻ പോകുന്ന ദൈവത്തിനോട് പറയാം, ദൈവമായിട്ട് സദാ മധ്യസ്ഥ അണയ്ക്കുന്ന യേശു ക്രിസ്തു മൂലം നിങ്ങളെ പരിപൂർണമായിട്ട് രക്ഷിപ്പാൻ, പൂർണ്ണമായിട്ട് രക്ഷിപ്പാൻ യേശു തയ്യാറാണ്. നമ്മൾ യേശു വന്നിട്ട് ഇച്ചിരി രക്ഷ തരത്തില്ല. എങ്ങനെ രക്ഷിക്കും? ആ വാക്യം വായിച്ചു വെച്ചേ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, യേശു പറയാൻ, ഞാൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യാൻ ഞാൻ ജീവിക്കുന്നത് കൊണ്ട് ഞാൻ പൂർണ്ണമായി നിങ്ങളെ രക്ഷിപ്പാൻ. അപ്പൊ യേശു നമുക്ക് വേണ്ടി എന്തുകൊണ്ടിരിക്കുക? നമ്മൾ കിടന്നുറങ്ങുമ്പോഴും, നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോഴും, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. സ്വത്രം. ഞാൻ പറയാം, ഞാനൊരു കാര്യം പ്രാർത്ഥിച്ചു, 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം ഉപവാസം വരുന്നു, 4ാമത്തെ പ്രാവശ്യം ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ ദൈവം തരുമ്പോ തരട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ കാത്തു നോക്കും. എന്തുകൊണ്ട് ആവശ്യം സാധ്യമാണെന്ന് അറിയാവും. നീ പറ, ഇനി അതിന്റെ വാക്യത്തിലേക്ക് പോകാം, അതിന്റെ മർമ്മം പറ. സ്വത്രം. ശ്രദ്ധിച്ചു. ഞാനൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ദിവസം പ്രാർത്ഥിച്ചു, പാസ്റ്ററിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, പിന്നെ ഉപവാസം ഇരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നു, 1-ന് 3 ഇരുന്നു, എന്നിട്ടും വിഷയത്തിന് അനക്കമില്ല. ഞാൻ പറഞ്ഞു, ഇനി ആ വിഷയത്തെ ചൊല്ലി എടി ഞാൻ ഉപവസിക്കുന്നില്ല. ഞാൻ കാത്തു വെച്ചു. ഞാൻ പെട്ടിപ്പടം ചെയ്തു. പക്ഷെ യേശു ക്രിസ്തു എന്തുകൊണ്ട് ആ വിഷയം സാധിക്കുന്ന അറിയാമോ? പിതാപം ദൈവം സാധിക്കുന്നത് അറിയാമോ? നമ്മൾ കാത്തു വെച്ചപ്പോൾ സദാ പക്ഷപാതം ചെയ്യുന്ന ഉയരത്തിൽ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ക്രിസ്തു ഞാൻ മറന്നു കാണുന്നപ്പോൾ, അങ്ങനെയല്ല എന്റെ മോന്റെ വിഷയം, എന്റെ ജോജിയുടെ വിഷയം, എന്റെ പ്രിയപ്പെട്ട സ്തോത്രം ജോയിച്ചാന്റെ വിഷയം, എന്റെ പ്രിയപ്പെട്ട സാറവച്ചാന്റെ വിഷയം എന്ന് പറഞ്ഞ കർത്താവ് എന്റെ മകളുടെ വിഷയം എന്ന് പറഞ്ഞ സദാ പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് വിഷയത്തിന് മറുപടി വീഴുക. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ മറന്നു കാണുന്ന വിഷയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ മുദ്രയിടപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി യേശു ചെയ്യാൻ പോകുന്നു. അത് നിങ്ങളുടെ തലമുറയുടെ വിടുതലായിരിക്കാം, നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലായിരിക്കാം, നിങ്ങളുടെ ഭാവി സ്വന്തമായ വിഷയമായിരിക്കാം. ഇതുവരെ സംഭവിക്കാൻ പോകുന്നു. വിശ്വാസത്തോടെ സ്തോത്രം പറയട്ടെ.
അടുത്ത സ്തോത്രം. നീ പ്രാർത്ഥന വിഷയത്തിൽ മറന്നു കളഞ്ഞാലും സദാ പക്ഷപാതം ചെയ്യുന്ന യേശു ഉയർത്തി ജീവിക്കുന്നു. ഞാൻ ചാത്തുവെച്ച പല കാര്യങ്ങൾക്കും എനിക്ക് മറുപടി തന്നത് ദൈവം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കും ദൈവം പക്ഷപാതം ചെയ്യാൻ പോകുന്നു. വിശ്വാസത്തോട് ഒരു വാക്കിൽ നിങ്ങൾ കരകത്ത് പറഞ്ഞാട്ട് എനിക്ക് വേണ്ടി യേശു പക്ഷപാതം ചെയ്യുന്നുണ്ട്. ഞാൻ മറന്നു കളഞ്ഞ വിഷയം, ഞാൻ പ്രാർത്ഥിച്ചു വിട്ട വിഷയം, എന്റെ വിശ്വാസം കെട്ടുകഴിഞ്ഞപ്പോഴും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. ഇന്ന് പകൽ അത്ഭുതം കൂടെ സ്വർഗത്തിൽ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ട ദൈവത്തിലെ സദാ പക്ഷപാതം ചെയ്യുന്ന യേശു കർത്താവ് പറയുന്നു, നിങ്ങളുടെ വിഷയത്തെ മറന്നു കളഞ്ഞിട്ടില്ല. ഇന്ന് പകൽ അതിന് ബദലിൽ ഒരു വിടുതൽ തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ ഇന്ന് പകൽ സ്തോത്രം പറയട്ടെ. രണ്ട് മുദ്രയിടപ്പെട്ട ദൈവത്തിലെ ഒരു കാര്യം ഓർക്കണം. ദൈവത്തിന് നമ്മുടെ മേൽ ഒരു ഉടമസ്ഥത. യേശു ക്രിസ്തു നമ്മുടെ മേൽ എന്തുകൊണ്ട് ഉടമസ്ഥത? നമുക്കറിയാം. 1 പത്രോസ് 1-ാം 18-19 വാക്യം, വെളിപ്പാട് 5-ാം 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 2 വാക്യം വായിച്ചാൽ 1 പത്രോസ് 18-19 വാക്യം, 1 പത്രോസ് 1-18-19 വാക്യം അറിയാവുന്ന വാക്യം. കർത്താവിന്റെ ഉടമസ്ഥ, പരിശുദ്ധാത്മാവ് മുദ്രയിടപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ മേലുള്ള ഉടമസ്ഥത എന്തറിയാം? വ്യക്തവും പിതൃപാരമ്പര്യമാണ് നമ്മുടെ നടപ്പിൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് വെള്ളി, പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ക്രിസ്തു എന്ന നിർദോഷ നിഷ്കളമാണ് കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. വെളിപ്പാട് 5:9 ഇങ്ങനെ പറയുന്നു. വായിച്ചാണ് 9:5 ഇങ്ങനെ പറയുന്നു, കഥ പറയാം, മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. വായിച്ചു ഒരാൾ വായിച്ചു, രണ്ട് വായിച്ചു, ചോദിച്ചാൽ വായിച്ചു, ചോദിച്ചാൽ വായിച്ചു. 5:9 വെളിപ്പാട് 5:9 വെളിപ്പാട് 5:9 അപ്പൊ വായിച്ചു. പുസ്തകമാനാൽ അതിന്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. ആര്? യേശു ക്രിസ്തു. എന്നിട്ട് വായിച്ചു, ദൈവം അറക്കപ്പെട്ട യേശു ക്രിസ്തു അറക്കപ്പെട്ട യേശുവിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ കേട്ടോ ദൈവത്തിനായി വിലയ്ക്ക്. അടുത്തേക്ക് പറ, യേശു ക്രിസ്തു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. ശിവമോനെ യേശു വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. ശിവമോനെ യേശു വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. ലിജുമോനെ യേശു വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക. യേശു വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ ഇഷ്ടം ദൈവ ഇഷ്ടപ്രകാരം ഓടുന്നേ. പ്രൈസലോ പ്രൈസലോ പ്രൈസലോ. സകല ഭാഷയിലും വംശത്തിലും ഗോത്രത്തിലും ജാതിയിലും പെട്ടവരെ താൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ, ഇന്ന് മകൻ യേശു എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ ഞാനിങ്ങനെ പറയാം, അത് ദൈവത്തിന്റെ ഉടമസ്ഥതയാ. യേശു ക്രിസ്തു ഉടമസ്ഥത കൈവരിച്ച ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മളാ. ഇനി ഞാൻ പറയാം, ഞാൻ വാങ്ങിച്ച വസ്തുവിനകത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് പല നട്ട ഞാനത് വെച്ചോണ്ടിരിക്കും. ഞാൻ കൊണ്ടുവന്ന് ഒരു തുട്ടി വെള്ളം കൊണ്ട് വെച്ചു കൊടുക്കുന്നാന്ന് പറയുന്നത്. എന്ത് ചെയ്യും ചോദിച്ചാൽ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? ശിവമോനെ നീ എന്ത് ചെയ്യും? ശിവ പറ. ശിവ ഒരു വസ്തു വാങ്ങിച്ചു, സ്വത്രം പ്രൈസലോ. ആ വസ്തുവിനകത്ത് അടുത്തുള്ള ഒരാൾ കൊണ്ടുവന്ന് വാഴ വെച്ചു. ശിവനോട് ചോദിക്കാതെ ശിവ എന്ത് ചെയ്യും? ശിവ പറഞ്ഞില്ല, സ്നേഹത്തോട് പറ. ഒന്നും ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വസ്തു കണ്ടോണ്ട് ചോദിച്ചിട്ട് ഞാൻ നാളെ 5-6 വരെ വിടാൻ പോവാം. എന്ത് ചെയ്യും? പറ. നിജുവൻ എന്ത് ചെയ്യും? പറഞ്ഞില്ല, ഉറക്കം പറ. ഒന്നും ഒരു കുഴപ്പമില്ല, നമ്മുടെ അധികാരത്തിന് ചോദിക്കുന്നേ. പലിശ എന്ത് ചെയ്യും? പലിശ എന്ന് പറയും. കണ്ടോ, പല അനുഗ്രഹത്തിന് കേട് മനസ്സിലായാലും ഇവിടെ കണ്ടോ. നിന്റെ അവകാശത്തിന് മേൽ ശത്രു കൊണ്ടുവന്ന് നട്ടാൽ അത് ഫലമുള്ളതാണെങ്കിലും വെട്ടി മൂടോടെ കളയും. എന്നിട്ടൊരു അതിനോട് ഒന്നുകൂടെ ക്രമീകരിക്കും. സ്തോത്രം. നല്ല മുള്ളുവേലി ഇട്ടും നല്ലൊരു അതിലൂടെ ക്രമീകരിക്കും. എന്തിനറിയാമോ? എന്റെ അവകാശത്തിന് മേൽ ഒരുത്തനും കൈ കടത്താൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്ന ദൈവത്തിലെ യേശു ക്രിസ്തുവിനാണ് നീ അവകാശം പ്രാപിച്ചത്. നിന്റെ ഉടമസ്ഥത യേശു ക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവിന്റെ മുദ്രയിടപ്പെട്ട ദൈവത്തിലെ നിന്നെ ഒരുത്തൻ കൂടി വാരിയിട്ടാൽ, നിന്റെ നേരെ ഒരുത്തൻ വിരൽ ചൂണ്ടിയാൽ, നീ
നിന്റെ നന്മയുടെ പേര് കടന്നു വന്നാൽ എന്റെ യേശു അടങ്ങിയിരിക്കത്തില്ല. യേശു എഴുന്നേൽക്കും. യേശു നിനക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങും. എത്രവർക്ക് ഇതിനുള്ള ഭാഷ മനസ്സിലാവുന്നുണ്ട്? എത്രവർക്ക് ഇതിനുള്ള ഭാഷ മനസ്സിലാവുന്നുണ്ട്? വിശ്വാസത്തോടെ കരം തട്ടിയാത്ത ഇന്ന് മകൻ നിന്റെ നന്മയുടെ മേൽ, നിന്റെ അനുഗ്രഹത്തിന് മേൽ ഒരു ഉടമസ്ഥതയുണ്ട്. അത് മറ്റാരുടെയുമല്ല, യേശു ക്രിസ്തുവിന്റെ നാമത. എങ്ങനെ അവൻ വിലയ്ക്ക് വാങ്ങിച്ചു? രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിച്ചു. എന്തിനു വില വാങ്ങി വിലയ്ക്ക് വാങ്ങിച്ചു? അവന്റെ മക്കളായി തീരാൻ യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങിച്ചു. ഉടമസ്ഥത യേശുവിനെ ഇല്ല. നമ്മുടെ മേൽ ആർക്കെങ്കിലും ചൊറിയണമെങ്കിൽ ആരോട് ചോദിക്കണം? ആദ്യം പറ, ആരോട് ചോദിക്കണം? നമ്മളോട് ചോദിക്കുന്നതിന് മുമ്പ് യേശുവിനോട് ചോദിക്കണം. യോബിന്റെ വീടിന്റെ അടുത്ത് അതിന് സിമ്പിൾ പഴയ നിയമ വിശ്വാസിയെന്ന് നിങ്ങൾ അറിയാവുന്ന ചൂണ്ടി വരച്ചു വിട്ടേക്കാം. പഴയ നിയമ ഭക്തന്റെ വീട് ദേശം മുഴുവൻ കണ്ടു വന്നു. പഴയ നിയമന്റെ ഭക്തന്റെ മേളിലോട്ട് നോക്കിയോടാണ് യഹോവ ചോദിച്ചത്. എനിക്ക് നോക്കാൻ പറ്റില്ല, കാരണം നീ അതിരിട്ടേക്കുവാ, നീ അതിരിട്ടേക്കുവാ എന്ന് പറഞ്ഞാൽ അതിൽ തുടരണമെങ്കിൽ ആർക്ക് അനുവാദം വേണം? ആരുടെ അനുവാദം വേണം? പത്രോസിനെ രാത്രി വന്ന് പിശാചി പറഞ്ഞു, ഒരു സ്തോത്രം പ്രേക്ഷിച്ച് ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റിന്റെ അവകാശം ചോദിച്ചു. സാത്താൻ കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുത്തില്ല. ഇന്ന് പകൽ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ച ദൈവസഭയെ നിന്റെ മേൽ സാത്താൻ പൂഴി വാരി ഇടണമെങ്കിൽ, അവന് നിന്റെ മേൽ വാദിച്ച് കടന്നു വരണമെങ്കിൽ, നിന്റെ ഭവനത്തിലോ നിന്റെ നന്മയിലോ ചോദ്യചിഹ്നമായി കടന്നു വരണമെങ്കിൽ ഞാനൊരു വാക്ക് വിളിച്ചു പറയാം. സ്വന്തം യേശു ക്രിസ്തുവിനോട് ചോദിക്കാതെ ഒരുത്തരും നിന്റെ വരെ കടന്നു വരാൻ കഴിയത്തില്ല. അത് മന്ത്രമാകട്ടെ, തന്ത്രമാകട്ടെ, കൂടാത്തമാകട്ടെ, രോഗമാകട്ടെ, ആഭിചാരമാകട്ടെ, എന്ത് കടന്നു വരണമെങ്കിൽ ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഞാൻ ഇങ്ങനെ പറയാൻ ചിലപ്പോൾ നമ്മുടെ വസ്തുവിന്റെ നേരെ, നമ്മുടെ ഭവനത്തിന് നേരെ അടുത്തുള്ള വൃക്ഷം കാറ്റടിക്കുമെന്തി നമ്മളോട് ചോദിക്കാതെ വന്നെന്തി ചരിഞ്ഞിങ്ങനെ വന്നിരിക്കും. എന്നോട് ചോദിച്ചില്ല, വസ്തു കാറ്റടിച്ചപ്പോ എന്ത് ചെയ്തു? ആ കാറ്റിന്റെ ശക്തി കൊണ്ട് ഇങ്ങനെ ചാലി. ഇപ്പൊ മരം എന്ത് ചെയ്യുക? ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിരിക്കുക. ഞാനിങ്ങനെ വിളിച്ചിട്ട് പറയും, ചേട്ടാ ഞങ്ങളുടെ അതിന്റെ മേളിലുള്ളത് വെട്ടിയേ പറ്റും. ഇത് പറയാൻ കാരണം എന്താ? എന്റെ വസ്തുവിന്റെ അകത്ത് കിടക്കുക നിന്റെ പകുതി വെട്ടി മാറ്റി പറ്റും. ഞാനിവിടെ പറയാൻ കാരണം അതിന്റെ ഒരു മർമ്മം പറയാം. നിങ്ങൾ അറിയാതെ ഏതെങ്കിലും രോഗം അടുത്തിരുന്ന് ടെസ്സിൽ പോയപ്പോൾ അടുത്തിരുന്ന പനി നിങ്ങളുടെ മേൽ വന്നു വിചാരിച്ചു. ഞാൻ ചാതി കിടന്നതാ. സ്വത്രം നിങ്ങൾ അത് അനുവദിച്ച വീട്ടിൽ വന്നു ചുണ്ടു കയറി പായ്ക്കാതെ കിടന്നു. അങ്ങനല്ല, വയറ്റിൽ വരുമ്പോഴാണ് കർത്താവേ എന്റെ അടുത്തിരുന്നപ്പോൾ ഒരു കത്തൻ ചാഞ്ഞ് എന്റെ മേൽ കിടപ്പുണ്ടായിരുന്നു. അവന്റെ മേൽ പോരാട്ടം ഉണ്ടായിരുന്നു. എന്റെ നന്മയുടെ മേൽ ഞാൻ പറയാതെ അനുവാദമില്ലാതെ കയറി നിൽക്കുക. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, ഉടമസ്ഥ അവകാശമുള്ള യേശുവിന്റെ നാമത്തിൽ ആ രോഗബന്ധനം അഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ, ആ രോഗബന്ധനം അഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ, ആ പോരാട്ടം അഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു പോകാൻ ഇടയായിത്തീരും. എത്ര പ്രാർത്ഥനയുടെ നടുവിൽ വിശ്വാസമുണ്ട്. അവരുടെ കരുത്തന്റെ സ്വന്തം പറയാം. നിനക്ക് വേണ്ടി യേശു അധികാരത്തോട്, വിശ്വാസത്തോട്, ആത്മനിറവിൽ ഇന്നോടെ പ്രാർത്ഥന തുടങ്ങുക. സ്വന്തം യേശു ക്രിസ്തു രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിച്ചിരിക്കുക. രക്തം പുനർവരവരുമാകുന്ന നടപ്പിൽ നിന്നല്ല, വെള്ളി പൊന്ന മതിലായി അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷം നിഷ്കളമാകുന്ന കുഞ്ഞാട് രക്തത്തിലാണെങ്കിൽ ഒരു പാരമ്പര്യ ശക്തിക്കും, ഒരു പാരമ്പര്യ ലോകത്തിലും, ഒരു ദേശത്തിന്റെ അധിപതിക്കും നിന്റെ മേൽ അവകാശമില്ല. ആ രോഗം വിട്ടുമാറി മതിയാകത്തുള്ളൂ. ആ പോരാട്ടം വിട്ടുമാറി മതിയാകത്തുള്ളൂ. ആ ബന്ധനം അഴിഞ്ഞുമാറി മതിയാകത്തുള്ളൂ. സ്വന്തം നീ അംഗീകരിക്കാൻ തയ്യാറാണ്, വെടിവെക്കാൻ തയ്യാറാണ്, വിടുതൽ തയ്യാറാണ്. വിശ്വാസത്തോട് ഇന്ന് മകൻ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ.